ഇനിയും അപ്പൊ എങ്ങനെയായിരുന്നു അതിലേക്ക് സജസ്റ്റ് ചെയ്തത്? ഇനിയും ഞാൻ കന്യാദാനം അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇനിയുടെ ഷൂട്ട് നടക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ദേവൻ ചേട്ടനും അതിനകത്തുണ്ട്, ദേവൻ ചേട്ടൻ കന്യാദാനത്തിലും ഉണ്ട്. അപ്പം ഇവര് ദേവൻ ചേട്ടനെ ക്ഷണിക്കാനായിട്ട് അങ്ങനെ എന്തോ വന്നതാണ്. അപ്പൊ ആ ടൈമിലാണ് എന്നെയും കാണുന്നത്. അപ്പോ അവര് ഉദ്ദേശിച്ച് ഇതിന് എനിക്ക് മുമ്പ് വേറൊരു ലേഡി ആയിരുന്നു വന്ന് ചെയ്ത് ഒരു എന്തോ സീൻ എന്തോ ചെയ്തു, എന്തോ വെറൈറ്റി അത് ചെയ്തു. അപ്പൊ അവർക്ക് പിന്നെ വരാൻ കഴിയാണ്ട് വന്നു. ആ സമയത്ത് എന്നെ കാണുന്ന സമയത്ത് ഇവര് ചിന്തിച്ചു ഓക്കെ ഇവര് ഓക്കെ ആണെന്ന്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പം അദ്ദേഹം അവിടെ പോയിട്ട് ഡയറക്ടറുടെ അടുത്ത് ഇത് കാണിച്ചു, ഓക്കെ പറഞ്ഞു. അവര് പറഞ്ഞു ഓക്കെ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. ഒരുപാട് മാറ്റമുണ്ട് അതിലൊരുപാട് മേക്കപ്പ് ചെയ്തോ? മേക്കപ്പ് ഇല്ല, പിന്നെ കുറച്ച് ഇത് ചെയ്തിരുന്നു, ഡാർക്ക് ചെയ്തിരുന്നു ക്ഷീണിച്ച അവസ്ഥയിലാകുമ്പോ. അത് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോ ഒട്ടും മേക്കപ്പ് ഇല്ല അതിനകത്ത്, റിയലാണ്, യഥാർത്ഥ മുഖമായിരുന്നു. വയസ്സായ സെറ്റപ്പിൽ വരുമ്പോ കുറച്ച് ഡൾനെസ് ചെയ്തിരുന്നു അവര്, ക്ഷീണിച്ച അവസ്ഥയാക്കാൻ വേണ്ടിയിട്ട്. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? അത് 3-4 ഷെഡ്യൂളുകളായിട്ടാണ് അത് തീർത്തത്. 3 ഷെഡ്യൂളാണ്, ഏകദേശം ഒരു വർഷം അടുപ്പിച്ചുണ്ടായിരുന്നു അത്. കാരണം പല ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്ത്, കാരണം ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പുതിയ ആർട്ടിസ്റ്റിൽ ഒന്ന് എന്റെ നായകൻ വന്ന് സനീഷ് മേലേപ്പാട്ടാണ്, ഫ്ലവേഴ്സ് ചാനലിന്റെ HR ഹെഡായിരുന്നു. അപ്പൊ പുള്ളിക്ക് ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അഷ്കറിന് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പല ആർട്ടിസ്റ്റുകൾ, ഇപ്പൊ ഇവൻ ദേവൻ ചേട്ടൻ കന്യാദാനവും ചെയ്യണം, ഇതും ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ അതിന്റെ അങ്ങനെ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്ത് ആണ് എടുത്തത്. പക്ഷെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, എല്ലാരും പോയി കാണണം. ഇനിയും ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇപ്പം ഇല്ല, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാരും പോയി കാണണം.